വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് കൃഷിവകുപ്പും കോഫി ബോർഡും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയരുന്നു. ഇത് സംബന്ധിച്ച് വയനാട് കോഫി ഗ്രോവേഴ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി അധികൃതർക്ക് നിവേദനങ്ങൾ നൽകി. വയനാട്ടിലെ മനുഷ്യർ മാത്രമല്ല, മണ്ണും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മണ്ണിന്റെ ഘടന മനസ്സിലാക്കാതെയുള്ള രാസവള പ്രയോഗവും മാരക കീടനാശിനി ഉപയോഗവുമാണ് അതിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. മണ്ണിലെ സൂക്ഷ്മാണുക്കളും കർഷകന്റെ മിത്രങ്ങളായ കുറുക്കൻ മുതൽ പല ജീവജാലങ്ങളും വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ജലസേചനത്തിന്റെ അപര്യാപ്തതയും അതോടൊപ്പം തേനീച്ചകളുടെ വംശശോഷണവും കാപ്പിയുടെ പരാഗണത്തെ ബാധിക്കുകയും വിളവ് 40% കുറയുകയും ചെയ്യുന്നതായും കാപ്പി കർഷകർ പറയുന്നു. കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കാപ്പി കർഷകന് ഒരു ഹെക്ടറിന് 1000 കിലോ കിട്ടുമ്പോൾ ജലസേചനവും തേനീച്ച കോളനികളും ഉള്ള തോട്ടത്തിൽ അത് ശരാശരി 3700 മുതൽ 4000 കിലോ വരെ കിട്ടുന്നു. ഒരു ഹെക്ടർ കാപ്പിത്തോട്ടത്തിന് 2 തേനീച്ച കോളനി വീതം കൊടുത്താൽ 2 വർഷം കൊണ്ട് 10 കോളനികളായി വർദ്ധിച്ച് കർഷകന് തേനിൽ നിന്ന് വരുമാനവും അതോടൊപ്പം പരാഗണത്തിലൂടെ കാപ്പിയുടെ വിളവും വർദ്ധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോഫി ഗ്രോവേഴ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി കോഫി ബോർഡ് അധികൃതർക്ക് നിവേദനം നൽകി.